ഞാൻ ഈ സിനിമ ഇഷ്ടപ്പെടുത്ത് തുടങ്ങിയ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സംവിധായകരുടെ സിനിമകളാണ് കാണുന്നത്. ആരാണ് സംവിധാനം ചെയ്തതെന്നുള്ളത് കൃത്യമായി നോക്കുമായിരുന്നു. ഞാൻ കമൽഹാസൻ സിനിമകളെന്ന് പറഞ്ഞെങ്കിലും അതിലെ സംവിധായകരാരാണ്, ഓരോ സംവിധായകരുടെയും പ്രത്യേകതകൾ എന്താണെന്നൊക്കെ ഉള്ള രീതിയിൽ വാച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ സംവിധാനം പഠിക്കണം, ഞാൻ ആദ്യം FTAയിൽ ട്രൈ ചെയ്തിരുന്നു. FTAയിൽ ഞാൻ ഡയറക്ഷനാണ് ട്രൈ ചെയ്തത്. ഞാൻ അതിൻ്റെ എക്സാമൊക്കെ എഴുതി, ഞാൻ പാസ്സായില്ല. അത് കഴിഞ്ഞ് SRFT വന്നു. SRFT വന്നപ്പോഴും ഇതേ ചോയ്സ് വന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ചലാൻ കൊടുക്കുന്ന സമയത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് എഴുതി കൊടുക്കണം ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് എടുക്കണമെന്ന്. ഞാൻ ഡയറക്ഷൻ എഴുതാനായിട്ട് പോയ ഒരു മൊമെൻറ്റിൽ ഞാൻ വിചാരിച്ചു എനിക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കില്ല. എഡിറ്റിംഗ് ഞാൻ പേഴ്സണലി ചെയ്യാറുള്ളതാണ്, ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്യാറുണ്ട്. അന്ന് എഡിറ്റിംഗ് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ കൊടുത്തതാണ്. അങ്ങനെ എഡിറ്റിംഗ് പഠിച്ചു എന്നുള്ളൂ. പക്ഷേ താല്പര്യം സംവിധാനം തന്നെയായിരുന്നു. അമൽ നീരദ് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഞങ്ങളുടെ സൂപ്പർ സീനിയറാണ്. SRFTയിലെ ഫസ്റ്റ് ബാച്ചിൽ സിനിമാറ്റോഗ്രാഫി പഠിച്ച ആളാണ് അമൽ നീരദ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഈ പറഞ്ഞല്ലോ കണ്ട ആ വെക്കേഷൻ സമയം, ആ സമയം ഒക്കെയാണ് ബിഗ് ബി ഒക്കെ ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയം തന്നെ ഇപ്പോഴും ഒരുപാട് സിനിമാക്കാരെ സ്വാധീനിച്ച ഒരു സിനിമയാണ്. അപ്പോൾ അതേപോലെ തന്നെ എന്നെ സ്വാധീനിച്ചിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരാളുടെ ഒപ്പം വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കോഴ്സൊക്കെ തീരാറായ ഒരു ഏകദേശ സമയത്ത് ഇങ്ങനെ അദ്ദേഹത്തിന് ട്രൈ ചെയ്തിരുന്നു, ഇങ്ങനെ കാണാമോ സംസാരിക്കാമോ എന്നുള്ള രീതിയിലൊക്കെ. അങ്ങനെ കണ്ടു, പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടി. അപ്പോൾ അവസരം കിട്ടിയ സമയത്ത് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ അസിസ്റ്റ് ചെയ്യാൻ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ആ സമയത്ത് അദ്ദേഹം ചെയ്യുന്നൊരു സിനിമയിൽ എനിക്ക് അസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഞാൻ അതിൻ്റെ നാട്ടിലത്തെ കേരളത്തിലെ ഷെഡ്യൂളിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. വളരെ കുറച്ച്, ഞാൻ നേരെ ഷൂട്ടിലോട്ടായിരുന്നു കയറിയിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ എങ്ങനെയായിരുന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഒരു സെറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മലയാള സിനിമയുടെ സെറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ധാരണ കിട്ടിയിരുന്നു. ഹെക്റ്റിക്കാണ് 3 ഇതിലും ഇരിക്കാമെന്ന് പറയുന്നത്. കാരണം ഏതെങ്കിലും ആൾക്കാർക്ക് ഏതെങ്കിലും സമയത്തൊക്കെ ബ്രേക്ക് എടുക്കാം, നമുക്ക് ബ്രേക്ക് ഉണ്ടാവില്ല. എല്ലാ സമയത്തും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഞാൻ എൻജോയ് ചെയ്യുന്ന പ്രോസസ്സ് എഡിറ്റിംഗ് ആണ്. എഴുത്തും ഇഷ്ടമാണ്, കാരണം ഇത് രണ്ടും ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലികളാണ്. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഇഷ്ടമാണ്. സംവിധാനം എന്നുള്ളത് അതൊരു ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ള ജോലി, ഒരുപാട് പേരെ മാനേജ് ചെയ്യേണ്ട ഒരു ജോലിയാണ്. അത് ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ അതിനും അതിൻ്റേതായിട്ടുള്ള രസങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇഷ്ടപ്പെടുത്താനായിട്ട് എന്ത് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ഓരോ സംവിധായകരും ഓരോ പ്രത്യേക തരത്തിൽ ഡിസൈൻ ചെയ്യുന്ന സിനിമകളാണ്. നമുക്ക് ഇഷ്ടപ്പെടുത്തുന്ന സിനിമകൾ നമ്മൾ നല്ല സിനിമകളെന്ന് പറയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു പ്രൊജക്റ്റിൻ്റെ പുറത്ത് ഒരുപാട് നാൾ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാ ഇമോഷനും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടായി. നമ്മുടെ ജീവിതം തന്നെ ആ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും കിടക്കുന്നത്. നമുക്ക് ഇപ്പോൾ വീട്ടിലൊരു കല്യാണം ഉണ്ടാവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മരണം ഉണ്ടാവുകയൊക്കെ ചെയ്താലും പ്രൊജക്റ്റ് അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ കൂടെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ റിലീസ് എന്ന് പറഞ്ഞാൽ ഏതൊരു റിലീഫാണ്. കാരണം നമ്മൾ ആ പ്രൊജക്റ്റിൽ നിന്ന് മാറും, നമ്മുടെ ജോലി അവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊജക്റ്റിൽ നിന്ന് കഴിഞ്ഞു, റിലീഫായി ഇനി ഓഡിയൻസിന് കൊടുക്കാം, അവർ വിലയിരുത്താം എന്നുള്ള രീതിയിലാണ്. എനിക്ക് സത്യത്തിൽ ഈ സിനിമയുടെ കാര്യത്തിൽ വേറെ സിനിമ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ സിനിമയുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ കൃത്യമായ ഒരു ബോധ്യം അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. ആ സീൻ എന്താണ്, ആ സീൻ എത്രത്തിൽ ഷോട്ടുകൾ വെക്കാം, അതല്ലെങ്കിൽ ആ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ ഷൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ ഒരു അഡമൻ്റായിട്ട് ഈ പെർട്ടിക്കുലർ ഷോട്ട് വേണമെന്ന് പറഞ്ഞ സാഹചര്യങ്ങൾ വളരെ കുറവാണ്. നമ്മുടെ ടീമാണല്ലോ, അപ്പോൾ അതിന് സിനിമാറ്റോഗ്രാഫറും ഉണ്ടാവും, മറ്റ് ആർട്ട് ഡയറക്ടറും ഉണ്ടാവും, അസോസിയേറ്റ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് പിന്നെ ആർട്ടിസ്റ്റുകളുണ്ടാവും. അപ്പോൾ ആ രീതിയിലൊരു ആ പെർട്ടിക്കുലർ സെനാരിയോയിലൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു അതിൻ്റെ ഷോട്ട് മേക്കിംഗ്. എഡിറ്റിംഗ് നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. സംവിധാനവും എഡിറ്റിംഗ് ഞാനാണെന്നുള്ളത് എന്തായാലും ഉറപ്പായിരുന്നു. റൈറ്റിംഗ് ഞാൻ തുടങ്ങിയപ്പോൾ ഒരു തിരുത്തുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുത്ത് പറയുമ്പോഴും ഞാൻ ഒറ്റയ്ക്കല്ല എഴുതിയിരിക്കുന്നത്. ആ സിനിമയിൽ ഒരുപാട് പേര് അതിന് എഴുതിയിട്ടുണ്ട്. പ്രധാനമായിട്ട് വിവേക് ഭരതൻ എന്ന് പറഞ്ഞ ആൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യം തുടങ്ങിയുള്ള ഒരു വർക്കിലുണ്ടായിരുന്നു. ഞാനൊരു ഡ്രാഫ്റ്റ് എഴുതി, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഡ്രാഫ്റ്റ് തുടങ്ങി അദ്ദേഹമാണ് എഴുതിയത്. പിന്നെ അത് മാത്രമല്ല, ഷൂട്ട് തീരുന്നത് വരെ നമ്മൾ സിനിമയിൽ പങ്കെടുത്ത ആർട്ടിസ്റ്റുകളാവട്ടെ, നമ്മുടെ അസിസ്റ്റൻസ് ആവട്ടെ, അസോസിയേറ്റ് ആവട്ടെ, സിനിമാറ്റോഗ്രാഫർ ആവട്ടെ, നമുക്ക് വന്നിട്ട് ക്രിയേറ്റീവ് ഡയറക്ടർ ആവട്ടെ, എല്ലാവർക്കും ഈ സ്ക്രിപ്റ്റിൽ പങ്കുണ്ട്. അവരുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ചിലപ്പോൾ ഒരു സീനായിരിക്കാം, ഡയലോഗായിരിക്കാം, ഒരു എൻ്റയർ സീക്വൻസ് ആയിരിക്കാം. സോ അത് ഒരുപാട് പേരുടെ പ്രോസസ്സായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ട് സംഭവിച്ചതല്ല, അത് ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നതാണ്. എഡിറ്റിങ്ങും ഡയറക്ഷനും ഞാനാണെന്നുള്ളത് മുമ്പേ തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു കഴിവ് മാത്രമുള്ളത്, നമുക്ക് ഒരുപാട് കഴിവുകളുള്ളതെന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് കഴിവുള്ള ആളുകൾക്ക് കിട്ടാൻ പല സാധ്യതകൾ കൂടുതലായിരിക്കും. അപ്പോൾ അത് സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെയാണ്. അത് ഇഷ്ടമുള്ളത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഇൻ്റർവ്യൂ ഓർമ്മ പറഞ്ഞു. അതായത് കുമരരാജ പറഞ്ഞതാണ്, നിങ്ങൾക്ക് മധുരയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മധുരയുടെ ബസ് കയറാൻ മധുരയിൽ പോകുന്നുള്ളതാണ് പുള്ളി പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതിന് വേറൊരു അഡ്വൈസിൻ്റെ ആവശ്യമായിട്ടൊന്നും തോന്നുന്നില്ല. You're watching Media Village Television.
you enjoyed this video, don't forget to like, share, and subscribe.